നിങ്ങളൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെ വീട് വാങ്ങാം എന്നുള്ള പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ബജറ്റാണ്. നിങ്ങൾക്ക് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ എത്ര എമൗണ്ട് ആണോ സംഘടിപ്പിക്കാൻ പറ്റുക അതാണ് നിങ്ങളുടെ ബജറ്റ്. ഉദാഹരണത്തിന് ഒരു 50 lakh rupees ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ നിങ്ങൾക്ക് ഒരു 10 lakh rupees കൂടെ അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാനും പറ്റുമെങ്കിൽ നിങ്ങൾ ബജറ്റ് ഫിക്സ് ചെയ്യേണ്ടത് 60 lakh rupees ഒരു വീട് വാങ്ങുക എന്നുള്ളതാണ്. നമ്പർ 2 ലൊക്കേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതെല്ലാ സൗകര്യങ്ങളുണ്ട്, സ്കൂൾസ്, അതേപോലെ ഷോപ്പിംഗ്, അതേപോലെ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ ഏതിനാണോ നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത് അതിൽ നിങ്ങൾ ലൊക്കേഷൻ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. ബജറ്റും ലൊക്കേഷനും നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തത് നിങ്ങൾ കണ്ടിട്ടുള്ള പ്രോപ്പർട്ടീസിന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിലൊന്നിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. കാരണം ബജറ്റ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, അതേപോലെ ലൊക്കേഷനും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ മുന്നാധാരങ്ങൾ പ്രത്യേകം നിങ്ങളൊരു കണ്ണ് വേണം, ഒരു ശ്രദ്ധ വേണം. അതിന് നിങ്ങൾ ഈ ലീഗൽ ഡോക്യുമെൻറ്റ്സ് നോക്കിയിട്ടുള്ള അഡ്വക്കേറ്റ്സിനെ നിങ്ങൾക്ക് സമീപിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള നല്ല പരിചയമുള്ള ആധാരം എഴുത്തുകാരെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ആദ്യത്തെ 4 കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ ഡീൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അബദ്ധം പറ്റാറുള്ളത് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള വീട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മറ്റുള്ള ഒരാൾ കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഡീൽ നിങ്ങൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അത് രജിസ്ട്രേഷനിലേക്ക് നിങ്ങൾ അത് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ ടോക്കണൊക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ വേറെ ആൾ വന്നിട്ട് നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ മിക്കവാറും ഓണർ ചിലപ്പം എന്ത് ചെയ്യാം, അതിന് ചിലപ്പോൾ അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ്.